ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസമാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തു വെക്കേണ്ട ഒന്നാണ്, ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസമാണ്. നമുക്ക് എല്ലായ്പ്പോഴും ജീവിതത്തിൽ വിജയിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കണം കേട്ടോ. എപ്പോഴും ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ വിജയിക്കും എന്നൊരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു വിശ്വാസം കേട്ടോ, ജീവിതത്തിൽ വിജയിക്കും എന്നൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തു ചെയ്യുകയുള്ളൂ? ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്നാൽ ഒരു വലിയ പരീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണ്. പരീക്ഷണങ്ങളുടെ ഒരു കൂടാണ് ജീവിതം. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം. ജീവിതത്തിൽ വിജയിക്കുമെന്ന് വിശ്വാസം കൂടിയേ തീരും. അപ്പം നമ്മൾ ജീവിതത്തിൽ വിജയിക്കും എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? സദാ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, നമ്മൾ ജീവിതത്തിൽ വിജയിക്കും എന്ന്. വിശ്വാസമില്ല എങ്കിൽ, ജീവിതത്തിൽ വിജയിക്കുമെന്ന് വിശ്വാസം ഒരു വ്യക്തിക്കില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യില്ല? ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല. അത് ജീവിതത്തിലല്ല, പരീക്ഷയിലായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പരീക്ഷയിൽ ജയിക്കും എന്ന് വിശ്വാസത്തോടെ പരീക്ഷയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ജയിക്കും. മറിച്ച് ജയിക്കില്ല, പരീക്ഷയിൽ തോൽക്കും എന്നൊരു മനോഭാവത്തോടെയാണ് നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്താണ്? ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. അത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പരീക്ഷയുടെ കാര്യത്തിലോ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊരു പ്രഗത്ഭനായ നമുക്കൊരു പനി വന്ന് ഒരു ഡോക്ടറുടെ അടുത്തെത്തി കഴിഞ്ഞാൽ അദ്ദേഹം എത്ര പ്രഗത്ഭനായ ഡോക്ടറാണെങ്കിൽ തന്നെയും നമുക്ക് ആ ഡോക്ടറിൽ ഒരു വിശ്വാസമില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മെഡിസിൻ എന്ത് ചെയ്യില്ല? ആ രോഗം ഭേദമാകില്ല കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം. മറിച്ച് ഡോക്ടറിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഡോസ് മെഡിസിൻ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? അസുഖം മാറും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസങ്ങളാണ് ആ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാർത്ഥനകളൊക്കെ നടത്താം. ഈ പ്രാർത്ഥനകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രാർത്ഥനകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ശുഭപ്രതീക്ഷകളാണ്. നാളെക്കുറിച്ചുള്ള നല്ല ചിന്തകളാണ് നമുക്ക് ഈ പ്രാർത്ഥനകളിൽ നിന്നും ലഭിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ആരാധനാലയങ്ങളിൽ പോകുമ്പോഴായാലും തന്നെയും കേട്ടോ, ഒരു വിശ്വാസമില്ല എങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് യാതൊരു കാര്യവുമില്ല. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? നമുക്ക് പോകുന്നത് വഴി എന്ത് ചെയ്യൂ? ശുഭപ്രതീക്ഷകൾ ലഭിക്കൂ. അതുവഴി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയുള്ളൂ, സംതൃപ്തി ലഭിക്കുകയുള്ളൂ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശ്വാസമാണ്. നല്ല വിശ്വാസങ്ങൾ, ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? വെച്ച് പുലർത്തുക കേട്ടോ. അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ വിജയിക്കാനായിട്ട് നമ്മൾ വിശ്വാസങ്ങൾ നല്ല വിശ്വസിക്കും. ജീവിതത്തിൽ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം? അതിനുവേണ്ടി പരിശ്രമിക്കുക കൂടി വേണം കേട്ടോ. അത് വേറെ കാര്യം. അതോടൊപ്പം തന്നെ നല്ല വഴികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ജീവിത വിജയത്തിനായിട്ട് തിരഞ്ഞെടുക്കുവാനും പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ വിജയിച്ചാൽ തന്നെ പിന്നീട് എന്ത് ചെയ്യും? വൻ പരാജയത്തിലേക്ക് എന്ത് ചെയ്യും? കൂപ്പുകുത്തി പോകും കേട്ടോ. അതുകൊണ്ട് അത് പാടില്ല. ജീവിതത്തിൽ നല്ല വഴികളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ വിജയിക്കുവാൻ ശ്രമിക്കുക.